പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശയവിനിമയം നടത്തുന്നതായിട്ട് മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആശയവിനിമയത്തിനായി മനുഷ്യൻ ഉപയോഗിക്കുന്നത് ഭാഷയാണ്. ലോകത്തിൽ എണ്ണമറ്റ ഭാഷകളുണ്ട്. എന്നാൽ ഭാഷയുടെ ഏറ്റവും പരമപ്രധാനവും അടിസ്ഥാനവുമായിട്ടുള്ള ഒരു ഘടകം എന്തെന്ന് ചോദിച്ചാൽ അത് വാക്കുകളാണ്. വാക്കിനെ പറ്റി നാം പഠിക്കുമ്പോൾ വാക്കെന്ന് പറയുന്നത് ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ചേർന്നതാണ്. അത് പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഈ ചിഹ്നങ്ങളും അല്ലെങ്കിൽ ഈ അക്ഷരങ്ങളും ഈ ശബ്ദവും കൂടെ ചേർന്ന് ഇതിനൊരു അർത്ഥം കൊടുക്കുന്നു. ഈ വാക്കുകൾ ഓരോന്ന് അടുക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അതിന് അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്നാൽ ശബ്ദത്തെ നാം പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഘനഗാംഭീര്യം അനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിന് വേരിയേഷൻ ഉണ്ടാകുന്നു, വ്യതിയാനമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ വാക്കുകൾക്ക് മനുഷ്യജീവിതത്തെ വളരെയധികം അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവചനം പറയുന്നു വാക്കുകൾക്ക് ശക്തിയുണ്ട്. സദൃശവാക്യം 18-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം പറയുന്നു, ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഈ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കി. തിരുവചനം പഠിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ ഒഴികെ മനുഷ്യനെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് വെറും വാക്കിനാലാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ശക്തിയാണ് അവൻ്റെ വാക്കുകൾക്ക് സൃഷ്ടിക്കുവാൻ ശക്തി ഉള്ളതായിട്ട്. അപ്പോൾ ഈ വാക്കുകൾക്ക് ശക്തിയുണ്ട്. വാക്കുകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഈ പറയുന്ന ആൾക്ക് വേണ്ടിയല്ല, മറിച്ച് ശ്രോതാവിനുള്ളതാണ്. പറയുന്ന ആളുടെ അധരത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ പറയുന്ന ആളുടേതല്ല, പറയുന്ന ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ഈ വാക്കുകൾ ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും മടങ്ങി വരുന്നില്ല. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും ഒരിക്കലും മടങ്ങി വരുന്നില്ല. ഡാർട്ടഡ് ആരോസ് ആൻഡ് സ്പോക്കൺ വേർഡ്സ് വിൽ നെവർ കം ബാക്ക്. ഒരിക്കലും അതിന് മടങ്ങി വരാൻ കഴിയുന്നില്ല. അതുപോലെ പറഞ്ഞുപോയ വാക്കുകൾക്ക് അതുമൂലമുണ്ടാകുന്ന ഇമ്പാക്റ്റ്. എന്നാൽ ഒരു ദൈവപൈതലിൻ്റെ വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ എപ്രകാരം ഉള്ളതായിരിക്കണം. നമ്മൾ പറഞ്ഞു വാക്കുകൾക്ക് ശക്തി കൊണ്ട്. അത് നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടു. സദൃശവാക്യം 12:18 വായിക്കുമ്പോൾ ദ വേർഡ്സ് ഓഫ് ദ reckless pierce like swords, but the tongue of the wise brings healing. വാളുകൊണ്ട് കുത്തുന്നത് പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവും സുഖപ്രദം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനോ തളർത്തുവാനോ ഉതകുന്നതായിട്ടുള്ള വാക്കുകളല്ല, മറിച്ച് ക്രിയേറ്റീവായിട്ടുള്ള മറ്റുള്ളവരെ പണിയുന്ന വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ കർത്താവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളായ ദൈവമക്കളുടെ വായിൽ നിന്ന് വരേണ്ടത് മറ്റുള്ളവരെ പണിയുന്ന വാക്കുകളായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു വാക്കുകൾ ഡിസ്ട്രക്റ്റീവും അതുപോലെ കൺസ്ട്രക്റ്റീവുമാണ്. രണ്ട് ദിശകളിൽ, കൺസ്ട്രക്റ്റീവായിട്ടുള്ളതും ഡിസ്ട്രക്റ്റീവായിട്ടുള്ളതും, പണിയുന്നതും തകർക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ മാനങ്ങൾ കാണുവാൻ കഴിയും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വാക്കുകളുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യമനുസരിച്ച് അത് തകർക്കുവാനും എന്നാൽ ആ വാക്ക് തന്നെ പണിയുവാനും ഉതകുന്നു എന്ന് കാണുന്നു. നമ്മുടെ പ്രോവർബിൽ തന്നെ തിരുവചനത്തിൽ അതിൻ്റെ പ്രോവർബ് 16:24 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു, മനസ്സിന് മധുരവും
അസ്ഥികൾക്ക് ഔഷധവും തന്നെ. Pleasant words are a honeycomb, sweet to the soul and healing to the bones. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും ആയ വാക്കുകൾ. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു മനുഷ്യനെ പണിയുവാൻ തക്ക, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുവാൻ തക്ക, എഴുന്നേൽപ്പിക്കുവാൻ തക്കതായ വാക്കുകൾ പുറപ്പെടുപ്പിക്കുവാൻ കഴിയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത് ചില സന്ദർഭങ്ങളിൽ കഴിയില്ല. ചില സന്ദർഭങ്ങളിൽ നല്ല, പലപ്പോഴും കഴിയാറില്ല. എന്നാൽ തിരുവചനം ഇതിനൊരു കുറുക്കുവഴി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ആശ്വസിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുവാൻ കഴിയുന്നത്, എപ്രകാരം വരുത്തുവാൻ കഴിയും എന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ നാം കാണുന്നു, കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും ഉള്ളവരായിരിക്കുക. ബീങ് ക്വിക്ക് ടു ലിസൺ ആൻഡ് സ്ലോ ടു ആൻസർ. തിരുവചനം ഓർപ്പിക്കുന്ന വിഷയം, കേൾക്കുവാൻ നാം വേഗതയുള്ളവരും എന്നാൽ പറയുവാൻ താമസവും ഉള്ളവരായിരിക്കും. ഇതിനെക്കുറിച്ച് നാം അല്പമായി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എല്ലാ സംസാരങ്ങളും എല്ലാ വാക്കുകളും നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇട്ടിട്ട് അതിനെ ചെറുതായി ഒന്ന് ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം സമയമെടുക്കുമ്പോൾ നാം മറുപടി പറയുവാനായിട്ട് താമസം വരും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്ന വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഒരു സംസാരം നാം കേൾക്കുമ്പോൾ, ഒരു ദൈവ പൈതലെങ്കിൽ ആ സംസാരം ഉള്ളിലേക്ക് എടുത്തിട്ട് അതിനെ പരിശുദ്ധാത്മാവിന് വിചിന്തനം ചെയ്യുവാൻ, വിവേചിപ്പാൻ തക്കവണ്ണം, വചനം കൊണ്ട് വിവേചിപ്പാൻ, ഈ വാക്കുകൾക്ക് ഞാൻ എങ്ങനെ മറുപടി പറയണം. ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനോട് ആരായെന്നുമെങ്കിൽ, നാം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ വീടുകളൊക്കെ പണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു മെഷീൻ കൊണ്ടുവരും. അതിനെ പറയുന്ന പേര് മിക്സർ മെഷീനാണ്. അതിന് മോർട്ടാർ തയ്യാറാക്കുന്നത് മണലും സിമെൻറ്റും ചെറിയ പാറക്കല്ലുകളും ഒക്കെ ഇട്ട് അതിനൊപ്പം വെള്ളവും ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ മിക്സർ മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കറങ്ങി കുറേയേറെ കഴിയുമ്പോൾ ഇത് എല്ലാം കൂടെ മിക്സായി പുറത്തു വരുന്നു. ആ മിക്സർ, ആ മോർട്ടാർ ഉപയോഗിച്ചാണ് ഭിത്തികൾ കെട്ടി ഉയർത്തുന്നത്. അതിന് വളരെ ശക്തിയായിരിക്കും. എന്നാൽ അതിന് കുഴയ്ക്കുന്നതായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? ഒരിക്കലും ഇത് ഒരുമിക്കുന്നില്ല. ആ വെള്ളമില്ലാത്ത ആ ഒരു മിക്സർ കൊണ്ട്, അല്ലെങ്കിൽ മിക്സ് കൊണ്ട് ഒരു വീട് പണിയാൻ ശ്രമിച്ചാൽ, ഒരു ഭിത്തി പണിയാൻ ശ്രമിച്ചാൽ നമുക്കറിയാം അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും. ഒരിക്കലും ഒരു കല്ലിന് മുകളിൽ മറ്റേ കല്ലിരിക്കാതെ വണ്ണം അത് തകർന്നു പോകും. എന്നാൽ ഈ കല്ലുകളെ ഉറപ്പിച്ചു വയ്ക്കുന്നത് ഈ ചാന്ത് അല്ലെങ്കിൽ മോർട്ടാറിൻ്റെ ആ പശയാണ്. വെള്ളം ചേർന്ന് ആ സിമെൻറ്റും മണലും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ആ പശയുടെ ശക്തി അതിനെ ഉറപ്പിച്ച് നിർത്തുന്നു. എന്നതുപോലെ നാം കേൾക്കുന്ന വചനങ്ങളെ, കേൾക്കുന്ന സംസാരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചനത്തിനനുസരിച്ച് നമ്മെ വിചിന്തനം ചെയ്യുന്നുവെങ്കിൽ, അതിനൊന്ന് മിക്സപ്പ് ചെയ്യുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവുന്ന വെള്ളവും വചനവുമൊക്കെ ഉപയോഗിച്ച് അതിനെ വിചിന്തനം ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മിക്സർ മെഷീനെ പോലെ നാം അനുവദിക്കുന്നുവെങ്കിൽ, ഏത് വാക്കിന് എപ്രകാരം മറുപടി പറയണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ നമ്മുടെ വാക്കുകളായിരിക്കില്ല, മറിച്ച് ആ വാക്കുകളെ പൊതിഞ്ഞ് പരിശുദ്ധാത്മാവായിരിക്കും അതിനെ പുറത്തു കൊണ്ടുവരുന്നത്. ആ വാക്കുകൾ ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് ആകുകയില്ല, മറിച്ച്
അത് കൺസ്ട്രക്റ്റീവായിരിക്കും, അത് പണിയുന്നതായിരിക്കും, ആശ്വസിപ്പിക്കുന്നതായിരിക്കും, താങ്ങുന്നതായിരിക്കും. അപ്പോൾ ദൈവപൈതലേ, നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുവാൻ വളരെ വേഗതയും പറയുവാൻ താമസമുള്ളവരായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവായിരിക്കും നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുന്നത്. അത് എല്ലാവർക്കും അനുഗ്രഹവും അത് വീട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നത് ആയിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞ വാക്യം പോലെ പ്രൊവർബിൽ 16:24 Pleasant words are a honeycomb, sweet to the soul and healing to the bones. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ വിചിന്തനം ചെയ്ത ആ മിക്സർ മെഷീനെ പോലെ നമുക്ക് കേൾക്കുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ സംസാരങ്ങൾക്ക് ഉടനടി മറുപടി പറയുന്നവരെ പോലെയല്ല, മറിച്ച് കേൾക്കുവാൻ വേഗതയും എന്നാൽ പറയുവാൻ താമസം ഉള്ളവരായിരിക്കാൻ ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിനാൽ അതിനെ മയപ്പെടുത്തി പരിശുദ്ധാത്മ പറയുവാൻ അനുവദിച്ചാൽ തീർച്ചയായും നാം പണിയുന്നവരായിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ, മറ്റുള്ളവരെ പണിയുന്നതായിരിക്കട്ടെ, സഹായിക്കുന്നതായിരിക്കട്ടെ, കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിരിക്കട്ടെ. ദൈവം ഈ വാക്കുകളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.